ഹലോ, പഴം വീട്ടിലിരിപ്പുണ്ടോ? അപ്പം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ഉണ്ടാക്കിയാലോ. ഇതിന് 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ അറ്റത്തെ ഭാഗമൊക്കെ കളഞ്ഞ് നമുക്ക് ഒരു നേന്ത്രപ്പഴം 2 പീസാക്കി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നൈസായിട്ട് കട്ട് ചെയ്യാം കേട്ടോ. ഞാൻ ആവുന്ന പോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ. ആദ്യം തന്നെ ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലോട്ട് നെയ്യിട്ട് കൊടുക്കാം. എല്ലാവിടെയും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നമുക്ക് പഴം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ട് കുക്കായി വരുന്ന സമയത്ത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ മറിച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞു മക്കൾക്ക് പഴം കഴിക്കാൻ മടിയുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ അവർ നന്നായിട്ട് കഴിച്ചോളും. അതുപോലെ തന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർക്കും നല്ലതാണ് കേട്ടോ. ബേബിക്ക് നല്ല വെയിറ്റ് കൂടാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ കുഞ്ഞു മക്കൾക്കാകുമ്പോൾ ഇത് നന്നായിട്ട് ഉടച്ചിട്ട് കൊടുത്താലും അവർ കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ പഴം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.